ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകളെ വധിച്ചു. 3 ജവാന്മാർക്ക് വീരമൃത്യു, 2 സൈനികർക്ക് പരിക്കേറ്റു. തൗഫീഖ് അസ്ലം ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. തൗഫീഖ്, മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ? എന്താണ് സാഹചര്യം? അജിന, ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും 12 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. 3 ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചതായിട്ട് കൂടി സേന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒരു ജവാൻ പരിക്കുകളുമായിട്ട് ഇപ്പോൾ ആശുപത്രിയിലാണ്. വനപ്രദേശമായ ഗംഗലൂരുവിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് സുരക്ഷാ സേനക്ക് നേരെ ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് ഈ മാവോയിസ്റ്റ് കേന്ദ്രം ആണ് ഈ പ്രദേശം. അവിടെ നിരവധി മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ സേനയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയ്ക്കിടയിലാണ് പോലീസിന് നേരെ മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുകൊണ്ട് വെടിവെപ്പുണ്ടായത്. തുടർന്ന് പോലീസും സേനയും തിരികെ വെടിവെക്കുകയും അത് ഏറ്റുമുട്ടലിലേക്ക് പോവുകയുമായിരുന്നു. വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു നടന്നതെന്നാണ് നിലവിൽ സേനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നുണ്ട്. മാവോയിസ്റ്റ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഈ വനമേഖലയിൽ ഇനിയും ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സേന നൽകുന്ന വിവരം. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.